നീ പറയുന്നൊക്കെ ഉള്ളതാന്നോടെ? ഇവൻ ശരിക്കും എൻ്റെ അനിയനാ? ബബീഷയുടെ ക്ലാരിറ്റി ഇല്ലാതെ എന്തെങ്കിലും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ചാറ്റ് GPT എന്ന് കേട്ടിട്ടുണ്ടോ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഈ സാധനമൊക്കെ വെച്ച് സയൻറ്റിഫിക് ആയിട്ട് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചാണ് ഞാൻ ഇത്. അല്ല വെറുതെ അല്ല. ഡേയ്, മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയെ പറ. ഓ ബബീഷേട്ടാ, അവൻ്റെ ID കാർഡിലെ ഫോട്ടോ ഉണ്ടല്ലോ, നിങ്ങളുടെ ആ വീട്ടിൽ ചുമരി തൂക്കിയിരിക്കുന്ന അതേ സാധനം. ചുമറില്ല? ഡിറ്റോ അത് തന്നെ. അവിടെ നിന്നാണ് എനിക്ക് ഈ സ്പാർക്ക് കിട്ടിയത്. പിന്നീട് അവൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, ഫ്ലിക്കർ, ടിൻഡർ, എന്തിനും അവൻ്റെ നിക്കർ വരെ ഞാൻ തപ്പി. പക്ഷെ ഫ്രണ്ട്സിൻ്റെ അല്ലാണ്ട് ഫാമിലിയുടെ ഒരു ഒറ്റ ഫോട്ടോ പോലും അവൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. ആ ഒരു അന്വേഷണമാണ് എന്നെ ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. ഇവര് ആരാരി പറഞ്ഞത്? പ്രേമേട്ടാ, നിങ്ങളോട് ഞാൻ വന്ന ദിവസം തന്നെ പറഞ്ഞാണ് ആ പപ്പൻ്റെ കാര്യം. നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ. അളിയാ, ദേ ഇവന് പ്രാന്ത. അയാൾക്ക് ഏതാണ്ട് 19 വയസ്സുണ്ട്. ഹാ, ഇയാളെന്ത് തേങ്ങയാണ് പറയുന്നത്? പപ്പന് മാക്സിമം ഒരു 22 വയസ്സുണ്ടാവും അല്ലേ? ആ, 22 വയസ്സാ? ഹലോ മിസ്റ്റർ ആൽക്കഹോളിക്, യെസ്. നിങ്ങൾ പറയുന്ന ആള് മസ്താൻ ബായ്. ആ, അവിടെ അടി കൊണ്ട് അർണേനെ പോലെ കിടക്കുന്നത് ജീവൻ. ദ അതർ വൺ ഈസ് സാം. ഇതാണ് ഇവിടുത്തെ പോപ്പുലേഷൻ. ഓക്കെ, അപ്പം മൊത്തത്തിൽ എത്ര പപ്പന്മാരുണ്ട്? ഹാ, ഇയാളെ ഞാൻ എന്ത് പറഞ്ഞ മനസ്സ്. ഇത് കണ്ടോ, ഇവനാണ് ഞാൻ പറഞ്ഞ പപ്പൻ. എന്നാ നോക്ക്. ഇവനാ? ചേട്ടാ, ഇവനെ അന്വേഷിച്ചല്ലേ നമ്മൾ ഈ കണ്ട നടപ്പുഴ നടന്നത്? ആരെ? ഇവനെയാ? പിന്നല്ലാണ്ട് ഇവനെ പന്നത്തേണ്ടി എന്റെ മൂക്കിടിച്ച് വരുത്തിയത്. ഇവനന്വേഷിച്ചാണ് ജോസേട്ടൻ നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. എനിക്ക് ഇവനെ ഇപ്പൊ വേണം. 2 ബെഡ്റൂമിൽ ഓരോ ക്യാമറ വെക്കണം. അവൻ ആസ്ഥാന കോഴി ആയതുകൊണ്ട് ഏതെങ്കിലും പെണ്ണിനെയും വിളിച്ച് റൂമിൽ കയറാതിരിക്കില്ല. എന്നാൽ ഇവൻ ഇതിനിടയ്ക്ക് എപ്പോൾ കയറിയിരുന്നു? ആരാത്? പ്രേമേട്ടാ, കിട്ടിയ അടിയുടെ കണക്കനുസരിച്ച് മിനിമം 2 ദിവസം കഴിഞ്ഞ് അവർ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങും. ഓൾ സേഫ്. തുറന്നു. ആ, അല്ല, ഞാൻ ഒന്നും ഇവിടെ അടിക്കടാ. ഭാഗ്യം പിള്ളേർ അവർ എന്തായാലും സ്പോട്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി അവിടെ നിൽക്കുന്നത് സേഫ് അല്ല. ചായ. ഓ താങ്ക്സ്. താളിയ ടീ സാപ്പിട്. സ്തംഭായി, നമുക്ക് ഇതേപോലെ ഒരു ചായക്കടയൊക്കെ ഇട്ട് ജീവിച്ചൂടെ? ആ ബാഗ് കൊണ്ടതിനൊന്നും വരാൻ പോണില്ല ഭായി. ഇപ്പം വിളിച്ചത് അയാളാ. ആള് സ്ഥലത്തെത്തിയിട്ടുണ്ട്. ബാഗൊക്കെ നാളെ കിട്ടും. ഒരു ഉച്ചയോടുകൂടി ഞാൻ പോകാമെന്ന് വിചാരിക്കുന്നു. നാളെയാ? അയ്യോ, ഇത്ര പെട്ടെന്ന്? എന്തൊക്കെയായാലും പോണമല്ലോ. അളിയാ, പപ്പ നാളെ കാലത്ത് 5 മണിക്ക് പൂവെത്തേ, നീ നോക്കിക്കോണം. എടാ, നീയാണ് പൂക്കളത്തിന്റെ പ്രസിഡന്റ്, നീയാണ് സെക്രട്ടറി. മറന്നു പോകരുത്. സതീശനാ മാവേലി. ആ, അത് പൊളിക്കും. ഓട്രാ. സെറ്റ്. ശരി ശരി ഭായ്. കുറച്ച് ദിവസം കൂടെ നിന്നിട്ട് പോയാൽ പോരെ? കടക്കാരെ പേടിച്ചാണെങ്കിൽ നമുക്ക് സെറ്റാക്കാം. ആ, അത് നിങ്ങളെ കൊണ്ട് കൂട്ടിയാ കൂടില്ല പപ്പ. അത് തന്നെയല്ല, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ വേറെ ഡീൽ ചെയ്യാനില്ലേ? അതിന് പിന്നെ എന്തെങ്കിലും മൊഴിയണ്ടേ? എടാ, വെറുതെ പഞ്ച് ഡയലോഗ് പോലെ ഞാൻ വരുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് അവളെ പോയിട്ട് പെട്ടെന്ന് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വരാമെന്ന്. ആ, സൂപ്പർ ഐഡിയ. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് 4-5 വണ്ടി ആൾക്കാരായിട്ട് അവളെ വീട്ടിലോട്ട് ഇടിച്ച് കയറാം. എന്നിട്ട് അവരൊക്കെ പിടിച്ചിടിക്കാം. അതാകുമ്പോൾ കളർഫുൾ ആയിരിക്കും. ആ, കൂടെ ഒരു ആംബുലൻസും പറഞ്ഞു. സന്തോഷം എന്നൊക്കെ പറയുന്നത് ഒരു ചോയ്സാണ്. കൃത്യസമയത്ത് അത് തിരഞ്ഞെടുത്തില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ അന്നേ അവന് സൂചന കൊടുത്തതാ. അപ്പൊ അവൻ എന്റെ നെഞ്ചത്ത് കയറി. ചുമ്മാ ഇല്ലടാ, അവൻ കേൾക്കും. അത് എനിക്കെന്ത്? അവളവനെ കെട്ടിപ്പിടിച്ച് ചുമ്മാ വയ്ക്കുന്ന നാട്ടുകാർ വീണ് കണ്ടതാ. പിന്നെ ഞാൻ പറയുന്നതാണോ പ്രശ്നം? അത് വീഡിയോ കോൾ എടുത്ത് കാണിക്കാൻ വേറെ കുറയണം. പിന്നെ ഷാർജ കപ്പല്ലാണ് നടക്കുന്നത്, ലൈവ് ഇരുന്ന് കാണാൻ വേണ്ടി. എടാ, നീ ഒന്ന് നിർത്ത്. ഷംസു, അവനിനി വേണ്ട.